ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജാസ് വ്ലോഗ്സ്. ഡെവോൺ ഡേയ്സിലെ ഡേ 2 വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വെട്ടം കണ്ടിട്ട് ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആണെന്ന് തോന്നുന്നു. ഇതെല്ലാം നമുക്ക് പോയി കർട്ടനൊക്കെ ഒന്ന് ഓപ്പൺ ആക്കാം. എങ്ങനെയാണ് ഇന്നത്തെ ഡേ എന്ന് നോക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ ആണ്. എല്ലാവരും പതുക്കെ എണീക്കുന്നൊക്കെ ഉള്ളൂന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കാണാമോ? അപ്പോൾ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ബ്രോൺസ് ക്യാരവാനാണ്. ശരിക്കും ക്യാരവാൻ 5 ടൈപ്സ് ഉണ്ട്. അതായത് സേവർ, അതായത് ഏറ്റവും ബേസിക്, അതിന് വളരെ ചീപ്പായിരിക്കും. അതായത് ഒരു 70 പൗണ്ട് ആ റേഞ്ചിലേക്കായിരിക്കും. പിന്നീട് വരുന്നത് ബ്രോൺസ്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം. അപ്പോൾ ഓരോ ഗ്രേഡ് അനുസരിച്ച് കൂടുന്തോറും സൗകര്യങ്ങൾ കൂടും, അതിനനുസരിച്ച് റേറ്റും കൂടും. ഡെവോണിലെ ഡേ 2 നമുക്കൊരു അടിപൊളി ഏലക്ക ചായ കുടിച്ചിട്ട് തുടങ്ങാം. നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ ആണ്. ഞാൻ പറഞ്ഞതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കൊണ്ടുവന്നിരുന്ന ദോശമാവിൽ നിന്ന് ദോശയും സാമ്പാറുമാണ് ഞാൻ കഴിച്ചത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് നമ്മൾ ഒന്ന് ഡെവോൺ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. കുറച്ച് പ്ലാൻസ് മനസ്സിലുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഡെവോണിൽ ഈ ക്യാരവാൻ പാർക്കിന് തൊട്ടടുത്ത് നമ്മൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. ക്യാരവാൻ പാർക്കിൽ നിന്ന് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്നത് ഇവിടെ വേൾഡ് ഓഫ് കൺട്രി ലൈഫ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആനിമൽസിൻ്റെയൊക്കെ ആയിട്ടുള്ള, അതായത് കിഡ്സ് ആൻഡ് ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ബ്രിട്ടീഷുകാരുടെ ഫാമിങ്ങിൻ്റെയും അതുപോലെ തന്നെ അവരുടെ ചരിത്രങ്ങൾ, ഹിസ്റ്ററി ഒരുപാട് പറയുന്നത്, അതായത് മെഷീനറി, അവരുടെ ഇലക്ട്രോണിക്സ്, അവരുടെ വസ്ത്രങ്ങൾ, അങ്ങനെ ഒരുപാട് അവരുടെ ഓട്ടോമൊബൈൽസ്, അതിൻ്റെയൊക്കെ ഹിസ്റ്ററി പറയുന്ന ഒരുപാട് ഡിസ്പ്ലേസും എക്സിബിഷനും ഒക്കെ ഉള്ള ഒരു നല്ല കിടിലൻ പ്ലേസ് ആണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഒരു അഡൾട്ടിന് 18 സംതിങ് പൗണ്ടാണ് ഒരാൾക്ക് ചാർജ് എടുക്കുക. പക്ഷെ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് അത് വർത്തിയാണ്. കാര്യം ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. കിഡ്സിന് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. പിന്നെ ഈ ഡിസ്പ്ലേസ് ഒക്കെ കൂടാതെ ആനിമൽ സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് നല്ല കിടിലൻ എക്സ്പീരിയൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ പുറകെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഹലോ ഹലോ, you wanna eat something? You wanna eat something? രണ്ടാം കൂടെ ഒറ്റ സ്ക്രീൻ. ഇതിൻ്റെ കൂടെ തന്നെയാണ് ബേർഡ് ഓഫ് പ്രേ സെൻറ്റർ ഉള്ളത്. ഇവിടെ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈഗിൾ അല്ലെങ്കിൽ ഔളിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ കൂടെ നല്ല കിടിലൻ പിക്ചർ എടുക്കാൻ പറ്റും. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇങ്ങനെ ഒരു ബേർഡിനെ എടുക്കുന്നത്. സോ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ലഞ്ച് കഴിക്കാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ രാവിലെ ചോറ് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ലഞ്ചിന് ചോറും മോരുകറി, അച്ചാറ്, സാമ്പാർ, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഉണ്ട്. അടിപൊളിയാണ്. ചോറൂണ് കഴിഞ്ഞ് അല്പം വിശ്രമിച്ചിട്ട് നേരെ നമ്മൾ ബീച്ചിലോട്ട് പോയി. ഇതാണ് ഡെവോൺ ക്ലിഫ്സ്. നല്ല റെഡ് ക്ലിഫാണിത്. ബീച്ചിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നല്ലൊരു ബീച്ച് വാക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ് ചെയ്തത്. ചെന്നിട്ട് നല്ല ചൂടൻ പഴംപൊരിയും, അതായത് ബനാന റോസ്റ്റും, നല്ല ഏലക്ക ചായയും കുടിച്ചു. പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് രാത്രി ഡിന്നറൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുകയാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ ഡേ 3.